आज के वीडियो में सबका स्वागत है। आज हम കേരള പാഠാവലി 11ാം ക്ലാസ് 1ാമത്തെ യൂണിറ്റിലെ മധു ഋതു എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. मधु ऋतु श्री जयशंकर प्रसाद की एक छायावादी कविता है. श्री जयशंकर प्रसाद आधुनिक हिंदी साहित्य के बहुमुख प्रतिभा वाले धनी साहित्यकार हैं. उन्होंने साहित्य के नाटक, कथा, कहानी, निबंध, काव्य सभी क्षेत्रों में अपनी प्रतिभा का परिचय दिए हैं. लेकिन कवि के रूप में उन्होंने सर्वाधिक प्रतिष्ठा पाए हैं. उनका महाकाव्य कामायनी आधुनिक हिंदी साहित्य के सर्वश्रेष्ठ काव्य माना जाता है. आंसू, झरना, लहर, प्रेम पथिक, कानन कुसुम आदि उनकी प्रमुख काव्य है. चंद्रगुप्त, स्कंदगुप्त, अजातशत्रु, ध्रुव स्वामिनी, राजश्री आदि नाटक भी उन्होंने लिखे हैं. उनके 5 कहानियाँ और 3 उपन्यास भी प्रसिद्ध है. छायावादी कवियों में जयशंकर प्रसाद की अद्वितीय स्थान है. उनकी भाषा संस्कृत प्रधान तत्सम हिंदी है. कविता में गीत शैली का प्रयोग उन्होंने सरलतापूर्वक किया है. अपनिकता, संगीतात्मकता, मधुरता और भावुकता उनकी रचनाओं की विशेषता है. मधु ऋतु ऐसी छायावादी कविता की सभी विशेषताओं से युक्त एक सुंदर कविता है. और कविता सुनिए. मधु ऋतु श्री जयशंकर प्रसाद. कविता का शब्दार्थ और भावार्थ सुनिए. पहली 4 पंक्तियाँ. अरे आ गई है भूली सी यह मधु ऋतु, 2 दिन को छोटी सी कुड़िया में मृज दूँ नई व्यथा साथिन को. नए शब्दों का अर्थ है भूली सी. भूली सी का मतलब है वഴി തെറ്റിയ പോലെ. मधु ऋतु स्प्रिंग सीजन वसंतकालम. कुड़िया कुडिल हट. व्यथा साथिन इसका मतलब है ए फीमेल फ्रेंड इन सोरो, दुखवेളയിലെ കൂട്ടുകാരി. वसंत के आगमन पर कवि खुश प्रकट करते हुए कहते हैं देखो यह मधुर वसंत आ गई है. लगता है शायद रास्ता भूलकर 2 दिन के लिए आई है. കവി പറയുകയാണ്, വസന്ത ആഗമനത്തിൽ കവി തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നോക്കൂ വസന്തകാലം വന്നെത്തിയിരിക്കുന്നു. വഴി തെറ്റി 2 ദിവസത്തേക്ക് വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ 2 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് കാലത്തേക്ക്. മേരി വ്യഥാമേം ഏക് സാധിൻ കെ സമാൻ വഹ ആയി ഹേ. എൻ്റെ ദുഃഖത്തിൽ ഒരു കൂട്ടുകാരിയെ പോലെ അത് വന്നിരിക്കുകയാണ്. ഉസ്കെ സ്വാഗത് കെ ലിയെ മേം ഏക് ഛോട്ടി സി കുടിയ ബനാവുക. ഞാൻ അവയെ വസന്തത്തെ വരവേൽക്കാൻ ഒരു ചെറിയ കുടിൽ ഉണ്ടാക്കട്ടെ. പ്രകൃതി കാ മാനവീകരൺ ഛായാവാദി കവിയോ കി ഏക് പ്രമുഖ വിശേഷത ഹേ. പ്രകൃതിയുടെ മാനവീകരണം ഛായാവാദി കവികളുടെ ഒരു പ്രധാന സവിശേഷതയാണ്. പ്രകൃതി में മാനവീയ ഭാവോं को दर्शन करके पुलकित होते हैं. പ്രകൃതിയിൽ മാനവീയ ഭാവങ്ങൾ കണ്ട് കവി പുളകിതനാകുന്നു, രോമാഞ്ചിതനാകുന്നു. वसंत के आगमन को प्रेमिका के आगमन के रूप में कवि देखते हैं और आह्लादित और चकित होते हैं. കാല വരവിനെ കവി പ്രേമികയുടെ വരവിനോട് സാമ്യപ്പെടുത്തുകയും അതിൽ അദ്ദേഹം ഉല്ലസിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു. പ്രേമം വ്യഥാ കെ സാത്ത് ആനന്ദ് ഭി ഹേ. പ്രേമത്തിൽ ആനന്ദത്തോടൊപ്പം ദുഃഖവും ഇഴചേർന്നിരിക്കുന്നു. കവി വ്യഥാ സാദിൻ കോ മൻ കി കുടിയാ മേ ബസാനെ കാ ഇച്ഛുക് ഹേ. കവി ദുഃഖത്തിലെ കൂട്ടുകാരിയെ തൻ്റെ ഹൃദയത്തിൽ ഒരു കുടിൽ കെട്ടി പാർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ അകല 4 पंक्तियाँ सुनिए. वसुधा नीचे ऊपर नभगो, नीड अलग सबसे हो, छाड़ खंड के चिर पतझड़ में भागे सूखे तिनके. यहाँ वसुधा का अर्थ है अर्थ, भूमि.
നബ് സ്കൈ ആകാശ്, നീഡ് നെസ്റ്റ് പക്ഷിക്കൂട്, ചാഡ് ഘട് കാ മതലബ് ഹെ ബുഷ് കുറ്റിക്കാട്, പതച്ഛഡ് ഫൾ ഓഫ് ലീഫ് ഇലപൊഴിച്ചിൽ, സൂഖെ തിൻകെ ഉണക്കപ്പുല്ല് ഡ്രൈ ഗ്രാസ്. ഭാവാർത്ഥ സുനിയെ. നീച്ചെ ധർത്തി ഹെ ഔർ ഊപ്പർ ആസ്മാൻ ഹെ, താഴെ ഭൂമിയും മീലെ ആകാശവുമാകുന്നു. ഇൻ ദോനോ കെ ബീച്ച് വഹ് പ്രേം കാ നീഡ് സബ്സെ അലഗ് രഹേ, ഇവയ്ക്ക് രണ്ടിനുമിടയിൽ, ഈ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ പ്രേമകുടീരം എല്ലാത്തിൽ നിന്നും വേറിട്ടു നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. കവി സൂഖെ തിൻകോം സെ കഹത്തെ ഹെ കി തും ജംഗൽ കെ സ്ഥായി പതച്ചട്ട് മേ ഭാഗ് ജാവോ, കവി ഉണക്കപ്പുല്ലിനോട് പറയുകയാണ്, നിങ്ങൾ കാട്ടിലെ സ്ഥിരമായ ആ ഇല പൊഴിച്ചിലേക്ക് ഓടിപ്പോകൂ. യഹാ ഭാവുക പ്രേമി യുഗൾ ആകാശ് ഔർ ധർത്തി കെ ബീച്ച് സ്വപ്നിൽ കുടിയാമേ ബസ്ന ചാകത്തേക്ക്, ഇവിടെ പ്രേമാതുരമായ ഇണകൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു ചെറു കുടിലിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രേമവിഹീന സൂഖെ തിൻകെ ശുഷ്ക ഹൃദയവാലോം കോ വഹാം സ്ഥാൻ നഹി ഹേ, പ്രേമരഹിതരായ ഉണക്കപ്പോലുള്ള ശുഷ്ക ഹൃദയമുള്ളവർക്ക് അവിടെ സ്ഥാനമില്ല. ഉൻകെ ജീവൻ മേം ശിശിർ ഋതു കാ അനുഭവ ഹേ, ശുഷ്ക ഹൃദയരായ പ്രേമവിഹീനരായ പ്രേമരഹിതരായ ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും ശിശിര ഋതു ഇല പൊഴിച്ചിലിൻ്റെ അനുഭവമാണ്. വേ സൂഖെ തിനക്കോ കെ സമാൻ ഉഡ്ജാത്തെ ഹേ, അവ ഉണക്കപ്പുല്ലുകൾ പോലെ പറന്നു പോകുന്നു. और अगला 4 पंक्तियां सुनिए. आशा से अंकुर झूलेंगे, पल्लव पुलकित होंगे, मेरे किसलई का लघु भव यह आ खलोगा किसको. यहाँ अंकुर का अर्थ होता है तलिर, बड, झूलना आड़गा, टू स्विम, पल्लव स्प्राउट तलिर, पुलकित होना पुलकित रोमांचम കൊള്ളുക, റീജോയ്ഡ്, കിസ്ലയ് തളിരില പല്ലവ്, ഖൽന ഡിസ്പ്ലേസിംഗ് അഹിതമായി തോന്നുക, ലഘുഭവ് ഇസ്കാ മതലബ് ഹേ ചെറിയ ലോകം, ലഘു ചെറിയ, ഭവ് ലോകം, ലഘുഭവ് കാ മതലബ് ഹേ ചെറിയ ലോകം. കവി कहते हैं आशा से नए नए अंकुर उगेंगे और झूल उड़ेंगे. കവി പറയുകയാണ്, ആഗ്രഹങ്ങളിൽ നിന്ന് പുതിയ പുതിയ തളിരുകൾ മുളച്ച് അവ ആടി ഉലയും. നയേ പല്ലവ് പുളകിത് ഹോങ്കെ, പുതിയ തളിരുകൾ രോമാഞ്ചമണിയും. മേരെ കിസ്ലൈക ഒരു ഛോട്ടാ സൻസാർ കിസ്കോ അച്ഛാ നഹീ ലഗേഗാ. കവി പറയുകയാണ്, എൻ്റെ തളിരുകളുടെ ഈ കൊച്ചു ലോകം ആരാണ് ഇഷ്ടപ്പെടാത്തത്. മേരെ പ്രേമ കുടീമേം നയി ആശാ ഭൂട്ട് പടേഗി ഔർ ഉസുസെ നയേ അങ്കുർ ഭൂട്ടേങ്കെ. എൻ്റെ പ്രേമ കുടീരത്തിൽ പുതിയ ആശ നാമ്പിടും, അതിൽ നിന്നും പുതിയ തളിരുകൾ ഉണ്ടാകും. വേ പല്ലവ് ആനന്ദ് സെ പുളകിത് ഹോങ്കെ, ആ തളിരുകൾ ആനന്ദം കൊണ്ട് കുളിരണിയും. പ്രേം കാ യഹ് കിസ്ലയ തുല്യ മൃദുൽ ഛോട്ടാ സൻസാർ സക്കോ പസന്ത് ഹേ. തളിരിന് തുല്യമായ സ്നേഹത്തിൻ്റെ ഈ കോമളമായ ചെറിയ ലോകം എല്ലാവരും ഇഷ്ടപ്പെടും. ആകെ സുനിയെ. സിഹർ ഭരി കാമ്പത്തി ആവേങ്കി, മലയാനിൽ കി ലഹരേം ചുംബൻ ലേക്കർ ഔർ ജഗാക്കർ മാനസ് നയന നളിൻ കോ. ശബ്ദാർത്ഥ ഹേ സിഹർ ഷിവറിംഗ് വിറയൽ, കമ്പന ടു ഷിവർ വിറയ്ക്കുക, ലഹർ മീൻസ് തിരമാല വേവ്സ്, നളിൻ ലോട്ടസ് താമര, നയൻ കണ്ണുകൾ. ഭാവ് സുനിയെ. വസന്ത ഋതു മേ മലയാനിൽ കി ലഹരേം സിഹർത്തി കാമ്പത്തി ആയേഗി. വസന്തത്തിൽ മലയാനിലൻ്റെ തരംഗങ്ങൾ ചാഞ്ചാടി വരും. വേ മൻ കെ നേത്രരൂപി കമലോം കോ ചുംബൻ ദ്വാര ജഗായെങ്കി. അവ മനസ്സിൻ്റെ കണ്ണുകളാകുന്ന താമരപ്പൂക്കളെ ചുംബിച്ചുണർത്തും. മേരെ ഉസ് പ്രേമമയ संसार में मलयानिल की चंचल लहरें आएंगी और वे अपना कोमल स्पर्श से मन रूपी कमल को जगाए खिलाएंगी. എൻ്റെ പ്രേമാർദ്രമായ ലോകത്ത് മലയാനിലിൻ്റെ ചഞ്ചല തരംഗങ്ങൾ വന്ന് അവയുടെ മൃദുസ്പർശത്താൽ മനസ്സാകുന്ന താമരയെ വിരിയിക്കും. പ്രേം കെ കാരൺ മൻ ഖിൽ ഉടേക. ഇസ്കാ മതലബ് ഹേ പ്രേമത്താൽ മനസ്സ് തുടിക്കും. और आगे सुनिए. जवा कुसुम सी उषा खिलेगी मेरी लघु प्राची में, हंसी भरे उस अरुण अधर का राग रेंगेगा दिन को.
जवा कुसुम, जवा कुसुम का मतलब के ഷൂ ഫ്ലവർ ചെമ്പരത്തിപ്പൂവ്, ഉഷ പ്രഭാതം, പ്രാചി കിഴക്ക് ഈസ്റ്റ്, അരുണ് റെഡ് ചുവപ്പ്, അധര് അധരങ്ങൾ ലിപ്സ്, രാഗ് കളർ നിറം, രംഗിന ടു കളർ നിറം പിടിപ്പിക്കുക. कविता का भावार्थ सुनिए. मेरे संसार की छोटी पूर्व दिशा में जवा कुसुम के समान लाल रंग की उषा खिल उड़ेगी. എൻ്റെ കൊച്ചു ലോകത്തിന് കിഴക്ക് നിന്ന് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന പ്രഭാതം പൊട്ടിവിടരും. उषा के मुस्कुराहट मेरे लाल अधरों की लालिमा दिन को रंगीन बनाएगी. പ്രഭാതത്തിൻ്റെ പുഞ്ചിരി നിറഞ്ഞ ചെഞ്ചുണ്ടുകളുടെ ചുവപ്പ് കൊണ്ട് പകൽ മുഴുവൻ വർണ്ണാഭമാകും. പ്രേം കാ രംഗ് ലാൽ മാനാ ജാതാ ഹെ, സ്നേഹത്തിൻ്റെ നിറം ചുവപ്പാണെന്നാണ് പറയുന്നത്. പ്രേം കാ ഛോട്ടാ സൻസാർ രാഗാത്മക ഹെ, ആ പ്രേമത്തിൻ്റെ കൊച്ചു ലോകം എന്ന് പറയുന്നത് പ്രേമാത്മകമാണ്, പ്രേമമയമാണ്. ഉസ് സൻസാർ മേം പൂർവിക പ്രഭാതിക്ക് ലാൽ കിരണേ ഫൂട്ട് പടേകി, ആ പ്രേമ ലോകത്ത് പൂർവ്വദിശയിൽ നിന്നുള്ള പ്രഭാത കിരണങ്ങൾ വന്ന് പരക്കും. പ്രേമോദയ കെ സാത്ത് ജീവൻ രംഗീൻ ഹോനെ കി കൽപ്പന കി ഹേ, ഇവിടെ കവി പ്രേമോദയത്തോടെ ജീവിതം നിറപ്പകിട്ടുള്ളതാകുന്നു എന്ന് സങ്കല്പിക്കുന്നു. आगे सुनिए. अंधकार का जल्दी लांध कर आवेंगी शशि किरणें, अंतरिक्ष छिड़केगा कन कन निशी में मधुर तुरिन को. जल्दी का मतलब है समुद्र, लांध कर മറികടന്ന്, ശശി മൂൺ ചന്ദ്രൻ, ചിടക്കന വിതറുക സ്പ്രിങ്കിൾ, നിശി രാത്രി, തുഹിൻ മഞ്ഞുതുള്ളി ഡ്യൂ ഡ്രോപ്സ്. भावार्थ सुनिए. वसंत के अंधकार का सागर पार करके चंद्रमा की किरणें आएंगी. വസന്തത്തിൽ ഇരുട്ടിൻ്റെ സാഗരം കടന്ന് ചന്ദ്രൻ്റെ കിരണങ്ങൾ വന്നു ചേരും. अंतरिक्ष से രാത്രി के समय उसकी बूंदें गिरती रहेगी, അന്തരീക്ഷത്തിൽ നിന്ന് രാത്രിയിൽ മഞ്ഞുതുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അർത്ഥാത് വസന്തകാൽ में रात को चांदनी अंधकार को दूर करेगी और उसकी बूंदें अंतरिक्ष से ചിടത്തി रहेंगी. അതായത് വസന്തകാലത്തിലെ രാത്രികൾ നിലാവ് കൊണ്ട് പ്രകാശപൂർണമാവുകയും അന്തരീക്ഷത്തിൽ മഞ്ഞുതുള്ളികൾ തളിക്കുകയും ചെയ്യുന്നു. പ്രേമി കാ സൻസാർ ഹമേശ പ്രഭാപൂർണ്ണ ഹേ, കാമുകൻ്റെ ലോകം എപ്പോഴും പ്രകാശപൂരിതമാണ്. വസന്ത് കി ചാന്ദിനി രാത്തേ ഉസ്കി പ്രേമാനുഭൂതി കോ ജഗാത്തി രഹേഗി, വസന്തത്തിലെ നിലാവുള്ള രാത്രികൾ അയാളുടെ പ്രേമാനുഭൂതി ഉദ്ദീപിപ്പിക്കും. ഓസ്കി ബൂന്തേ അന്തരീക്ഷ കോ ശീതൽ കരത്തി ഹുയി പ്രേം കെ ദിൽ കോ ഗുദ്ഗുദ്തി ഹെങ്കി, മഞ്ഞുതുള്ളികൾ അന്തരീക്ഷത്തെ തണുപ്പിച്ചുകൊണ്ട് കാമുക ഹൃദയത്തെ ഇക്കിളിപ്പെടുത്തും. चार पंक्तियां सुनिए. इस एकांत सृजन में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से है दे देने दो इनको. एकांत इसका अर्थ है सोलिटरी, തനിയെയുള്ള, സൃജൻ ക്രിയേഷൻ സൃഷ്ടി, ബാധ का मतलब है हिंड्रेंस തടസ്സങ്ങൾ. इस एकांत सृजन में कोई बाधा मत डालो, കവി പറയുകയാണ് ഈ ഏകാന്തമായ സൃഷ്ടികാര്യത്തിൽ ആരും തടസ്സമുണ്ടാക്കരുത്. അപ്പനെ പാസ് ജോ സുന്ദർ ഹേ ഉനെ ദേനേ ദോ, തങ്ങളുടെ പക്കൽ സുന്ദരമായിട്ടുള്ളത് എന്താണോ അത് അവർക്ക് നൽകുക, അവർക്ക് നൽകാൻ അനുവദിക്കുക. കവി की प्रार्थना है कि प्रेम के इन एकांत सृजन कार्य में कोई कुछ बाधा उपस्थित न करे. കവി പറയുകയാണ് ഈ ഏകാന്തമായ പ്രേമ സൃഷ്ടിയിൽ, പ്രേമാവസ്ഥയിൽ ആരും തടസ്സം ഉണ്ടാക്കാതിരിക്കണം. ഉൻകെ പാസ് ജോ കുച്ച് സുന്ദർ ഹേ ഉനെ ഇൻകോ സമർപ്പിത് കർണേ ദിയാ ജായേ, നമ്മുടെ പക്കൽ എന്താണോ സുന്ദരമായിട്ടുള്ളത്, കവിയുടെ പക്കൽ എന്താണോ സുന്ദരമായിട്ടുള്ളത് അത് സമർപ്പിക്കാനായിട്ട് കവിയെ അനുവദിക്കണം, പ്രകൃതിയെ അനുവദിക്കണം. പ്രകൃതിയുടെ സുന്ദരമായ ആ സൃഷ്ടിയിൽ ആരും തടസ്സം സൃഷ്ടിക്കരുത്. ആ പ്രകൃതിയുടെ ആ സൗന്ദര്യം വാരി വിതറാൻ പ്രകൃതിയെ നമ്മൾ അനുവദിക്കണം. ഇതാണ് ഈ കവിതയുടെ സാരാംശം, ഭാവാർത്ഥം. അടുത്ത നമുക്ക് മധു ഋതു പാഠത്തിൻ്റെ അനുവർത്തി കാര്യങ്ങളിലേക്ക് കടക്കാം. സൂക്കെ തിൻകോം സെ ക്യാ താൽപര്യ ഹേ, ഇവിടെ കവി സൂക്കെ തിൻകെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
सूखे तिनकों से तात्पर्य यह है कि प्रेम विहीन शुष्क हृदय के लोग. ഈ സൂഖെ തിനക്കെ എന്നതുകൊണ്ട് കവി ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രേമ വിഹീനരായ ശുഷ്ക ഹൃദയമുള്ള ആളുകളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉഷാ ശബ്ദ് കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ. ഉഷ വാക്ക് ഏതൊക്കെ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഉഷാ ശബ്ദ് പ്രഭാത് ഔർ പ്രേമിക കെ മുസ്കാൻ ഭരെ അരുൺ അധരിക്ക് ഓർ ഇഷാര കർത്താ ഹെ. ഉഷ എന്ന വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്ന പ്രഭാതത്തെയും അതുപോലെ തന്നെ പ്രേമികയുടെ പുഞ്ചിരി നിറഞ്ഞ ആ ചുവന്ന ചുണ്ടുകളെയുമാണ് സൂചിപ്പിക്കുന്നത്. छायावाद में कवि कोमल पदावलियों का प्रयोग करते हैं. निम्नलिखित शब्दों के स्थान पर കവിത में प्रयुक्त शब्द झांड कर लीजिए. ഈ ഛായാവാദി കവികളിൽ കോമള പദാവലികളാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ പകരം കവി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. വസന്ത്. वसंत के लिए लेखक ने मधु ऋतु का प्रयोग किया है. भूमि वसुधा, जंगल झाड़खंड, कली अंगूर, मलय समीर मलयानिल, कमल नलिन, मौसम ऋतु, आकाश नभ, शिशिर पतझड़, किसलय पल्लव, आंख नयन, പൂരബ് പ്രാചി. പൂരബ് പൂർവ് കിഴക്ക്. അതിന് പകരമായി കവി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പ്രാചി. പ്രഭാത് ഉഷ, സമുദ്ര ജലധി, ചാന്ദ് ശശി, രാത്ത് നിശ നിശി എന്നീ വാക്കുകളാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. निम्नलिखित ഛായാവാദി പ്രകൃതിയോം കോ സൂചിത് കർണേ വാലി പങ്ക്തിയാം ലിഖേ. താഴെ കൊടുത്തിരിക്കുന്ന ഛായാവാദി പ്രകൃതികളെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ് എഴുതുക. പ്രകൃതി ചിത്രൻ. ഏത് വരികളിലാണ് പ്രകൃതി ചിത്രണം നമുക്ക് കാണാൻ കഴിയുന്നത്? ആശാസെ അങ്കുർ ഝൂലേങ്കെ പല്ലവി പുളകിത് ഹോങ്കെ. അവർ മാനവീകരൺ. ഈ മാനവീകരൺ ഏതൊക്കെ വരികളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? हसी भरे उस अरुण अधर का राग रंगेगा दिन को. और सौंदर्य वर्णन. जवा कुसुम सी उषा खिलेगी मेरी लघु प्राची में. പ്രേമാനുഭൂതി ഏത് വരികളിലാണ് നമുക്ക് കാണാൻ കഴിയുക? സിഗർ ഭരി കാമ്പത്തി ആവേങ്കി മലയാനിൽ കി ലഹരേം ചുംബൻ ലേക്കർ ഔർ ജഗാക്കർ മാനസ നയന നളിനിക്കോ. अगला अनुवर्ती कार्य है मधु ऋतु कविता की आस्वादन टिप्पणी तैयार करो. ഏതൊരു കവിത പഠിച്ചാലും അതിൻ്റെ ആസ്വാദന ടിപ്പണിയാണ് ആ കവിതയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അർസുനിയെ ആദ്യമേ നമുക്ക് കവി പരിചയം, ആ കവിതാ പരിചയം, അതാണ് ആസ്വാദന ടിപ്പണിയിൽ ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം നമുക്ക് പല പാരഗ്രാഫുകളായിട്ട് ഈ കവിതയിൽ എന്താണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് എഴുതാം. हिंदी के प्रसिद्ध छायावादी कवि श्री जयशंकर प्रसाद की एक सुंदर कविता है मधु ऋतु. ഹിന്ദിയുടെ പ്രസിദ്ധ ഛായാവാദി കവിയായ ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ സുന്ദരമായൊരു കവിതയാണ് മധു ഋതു. പ്രേം, പ്രകൃതി സൗന്ദര്യ, പ്രകൃതി കാ മനവീകരൺ, കാൽപ്പനികത, കോമളകാന്ത പദാവലി, ഗേയത, സരസത आदि छायावादी कविता की सभी विशेषताओं से भरी कविता है मधु ऋतु. പ്രേമം, പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ മാനവീകരണം, കാൽപ്പനികത, കോമളകാന്ത പദാവലി, സംഗീതാത്മകത, സരസത എന്നിങ്ങനെയുള്ള ഛായാവാദി കവിതയുടെ എല്ലാ സവിശേഷതകളും നിറഞ്ഞ ഒരു കവിതയാണ് മധു ഋതു. इसमें कवि कहते हैं कि रास्ता भूलकर वसंत ऋतु प्रेमिका की भांति आई है. ഇതിൽ കവി പറയുകയാണ്, വഴിതെറ്റി വസന്തം ഒരു പ്രേമികയെ പോലെ വന്നിരിക്കുന്നു. इस व्यथा साधिन को आकाश और धरती के बीच एक सुंदर नीड बना देगा. എൻ്റെ ദുഃഖത്തിൽ കൂട്ടുചേരാൻ വന്ന ഈ കൂട്ടുകാരിയെ, വ്യഥാ സാധിൻ കാ മതലബ് ഖെ ദുഃഖിതയായ കൂട്ടുകാരി, ആ കൂട്ടുകാരിക്ക് വേണ്ടി ഭൂമിക്കും ആകാശത്തിനുമിടയിൽ ഒരു സുന്ദരമായ ഒരു കുടീരം, നീട്, ഹോസല, ഒരു വീട്, കുടിൽ നിർമ്മിച്ച് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രേം ഔർ പ്രകൃതി കാ അട്ടൂട്ട് സംബന്ധ ഹെ. ഈ പ്രേമവും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പ്രകൃതി രൂപി പ്രേമ കുടീർ മേം
നയെ അങ്കുർ ഭൂട്ടേങ്കെ. കവി कहता है പ്രകൃതിയാകുന്ന പ്രേമ കുടീരത്തിൽ പുതിയ പുതിയ മുകുളങ്ങൾ വിരിയും. അവർ നയെ പല്ലവ് പുളകിത് ഹോങ്കെ. പുതിയ പുതിയ തളിരുകൾ പുളകിതമാകും, രോമാഞ്ചം കൊള്ളും. പ്രേം കാ ഏക് സൻസാർ സബ്കോ അച്ഛാ ലഗേഗാ. പ്രേമത്തിൻ്റെതായ ഈ ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇസ് മധു ഋതുമേം മലയാളിൻ കി ലഹരേം കാമ്പത്തി ആയെങ്കി. ഈ മധു ഋതുവിൽ മലയാളിൻ്റെ ഓളങ്ങൾ വിറയൽ കൊണ്ടുകൊണ്ട് എത്തിച്ചേരും. വേ അപ്പനെ കോമൽ സ്പർശസേ മൻ രൂപി കമൽ കോ ഖിലായേഗി. ഈ കാറ്റിൻ്റെ തിരമാലകൾ തൻ്റെ കോമള സ്പർശം കൊണ്ട് മനസ്സാകുന്ന കമലത്തെ വിരിയിക്കും, മനസ്സാകുന്ന താമരപ്പൂവിന് വിരിയിക്കും. മൻ രൂപി ലഘു പ്രാഞ്ചിമേം പ്രഭാത് കി ലാൽ കിരണേ ഫൂട്ട് പടേകി. മനസ്സാകുന്ന ലോകത്തിൻ്റെ കിഴക്ക് പ്രഭാതത്തിൻ്റെ ചുവന്ന കിരണങ്ങൾ പൊട്ടിവിരിയും. പ്രേമോദയക്കെ സാത്ത് ജീവൻ രംഗീൻ ഹോത്താഹെ. പ്രേമോദയത്തോടൊപ്പം ജീവിതം നല്ല മനോഹരമാകുന്നു, നിറപ്പകിട്ടാകുന്നതാകുന്നു. രാത് കോ അന്ധകാർ കോ പാർക്കർ ചാന്ദിനി ആയേഗി. രാത്രിയിൽ അന്ധകാരമാകുന്ന സാഗരം മറികടന്ന് നിലാവ് പരക്കും. ഓസ് കി ബൂന്തേം അന്തരീഷ് അഥവാ വാതാവരൺ കോ ശീതൽ കരേകി. മഞ്ഞു തുള്ളികൾ അന്തരീക്ഷത്തെ നല്ല തണുപ്പുള്ളതാക്കും, ശീതളമാക്കും. കവി ഹമേം ബതാത്തെ ഹേ കി പ്രേമാനുഭൂതി സെ ഭരെ ഇസ് സൃജൻ കാര്യമേ കോയി കുച്ചു ബാധ മത് ഡാലോ. കവി നമ്മളോട് പറയുകയാണ്, പ്രേമാനുഭൂതി നിറഞ്ഞ ഈ സൃജൻ കാര്യത്തിൽ, പ്രകൃതിയുടെ ഈ സൃഷ്ടികർമ്മത്തിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. അർത്ഥാത് പ്രകൃതി കോ അപ്പനി സുന്ദരത ഹമേ സമർപ്പിത് കർണേ ദിയേ ജായേ. അഥവാ പ്രകൃതി തൻ്റെ സൗന്ദര്യം നമുക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് നമ്മൾ പ്രകൃതിയെ അനുവദിക്കുക. ആരും അതിൽ യാതൊരു തര തടസ്സങ്ങളും ഉണ്ടാക്കരുത്. പ്രകൃതി കി സുന്ദരത വ്യക്ത് കർണേ വാലി ഏക് ഛോട്ടി കവിത ഹേ മധു ഋതു. പ്രകൃതിയുടെ സൗന്ദര്യം വ്യക്തമാക്കുന്ന ഒരു ചെറിയ കവിതയാണ് മധു ഋതു. सरल भाषा में इस कविता के द्वारा वसंत काल के प्रति सबका ध्यान आकर्षित करने में कवि सफल हुए हैं. സരളമായ ഭാഷയിൽ ഈ കവിതയിലൂടെ വസന്തകാലത്തെ എല്ലാവരിലേക്കും ആകർഷിക്കുകയാണ് കവി ചെയ്യുന്നത്. അതിൽ കവി വിജയിച്ചിരിക്കുന്നു. പ്രേമി പ്രേമികാവോം കെ പ്രണയഭാവോം സെ ഭർക്കർ ബനി ഇസ് കവിത കാ ആന്തരിക സൗന്ദര്യ ഭി അതുല്യ ഹേ. പ്രേമി പ്രേമികമാരുടെ പ്രണയഭാവം കൊണ്ട് നിറഞ്ഞ ഈ കവിതയുടെ ആന്തരിക സൗന്ദര്യവും വളരെ അതുല്യമാണ്, വർണ്ണനാതീതമാണ്, നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. അതായത് ഈ കവിത ആന്തരിക സൗന്ദര്യം കൊണ്ടും വളരെയേറെ ഉച്ചസ്ഥായിയിലുള്ളതാണ്. കവിതയുടെ അനുവൃത്തി കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കവിതയുടെ ഭാവാർത്ഥവും ശബ്ദാർത്ഥവും ആസ്വാദന ടിപ്പണിയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.